അപ്പോഴേ ഇന്ന് പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം നല്ല തെളിച്ചമുണ്ട്, നല്ല വെയിലുമുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് കിണറ്റിന് 2 മുട്ടി വെള്ളം കോരി അടുക്കളയിൽ വെച്ചു. ഞങ്ങൾ കുടിക്കാനായിട്ട് കിണറ്റിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് എൻ്റെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ വലിയ കൃഷിയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടോ കുറച്ച് പയർ വിത്തുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ മുളച്ച് വന്ന് വള്ളി വീശിയിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ ഈ ചട്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര പാടായതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ച് എന്താ ചെയ്യുന്നത്, കയറൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. എന്നിട്ട് അന്നേരം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഐഡിയ വന്നു. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയുന്ന പോലെ പയർ വിത്തുകളെ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ പിന്നെ കയറ് ഒരു പട്ടിക കഷ്ണം എടുത്തുകൊണ്ടുവന്ന് അതിൽ കെട്ടിയിട്ട് വീടിൻ്റെ ഷെയ്ഡിലേക്ക് ആ പട്ടിക കഷ്ണം എടുത്തിട്ടു. അപ്പോൾ എടുത്തിട്ടിട്ട് അതിൻ്റെ വള്ളിയപ്പോൾ താഴോട്ട് വലിച്ച്, അപ്പോൾ അത് ഉറപ്പിക്കണമെങ്കിൽ ഇനി എന്ത് ചെയ്യും? അപ്പം ഞാൻ കമ്പൊക്കെ കൊണ്ടുവന്ന് ചട്ടിക്കകത്ത് കുത്തി വെക്കണ്ടേ. അന്നേരം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വേറൊരു ഐഡിയ വന്നു. അപ്പോൾ ഈ കയറ് ഈ ചട്ടിക്കടിയിൽ കൂടെ വലിച്ചെടുത്തു. അടിഭാഗത്തോടെ വലിച്ചെടുത്തിട്ട് അതിൽ കൊണ്ടുവന്ന് ഞാൻ രണ്ടും കൂടെ കൂട്ടിക്കെട്ടി വെച്ചു. അപ്പം നല്ല പോലെ ഉറച്ച് നിന്നോളുകയും ചെയ്യും ചട്ടിയുടെ ഭാരം കൊണ്ടേ. അപ്പോൾ എന്നിട്ട് പിന്നെ ആ വള്ളിയൊക്കെ ഒന്ന് പിടിച്ച് അതിലൊന്ന് കയറ്റിയൊക്കെ വിട്ടു. അതിൽ പയറുണ്ടോ വലിയ കുഴപ്പമില്ല. ഇപ്പം പുഴു ഒന്നും ആക്രമിച്ചിട്ടില്ല. ഒരുവിധം നല്ല ശക്തിയുണ്ട്. ഇച്ചിരി വളമൊക്കെ ചെയ്യണം. ഇനി ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഭയങ്കര മഴയില്ലായിരുന്നോ, അപ്പോൾ അതുകൊണ്ട് ഇന്ന് തെളിച്ചം വന്നപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഇതിൻ്റെ കാര്യം ഒന്ന് ചെയ്തിട്ടേ ഉള്ളെന്ന്. അങ്ങനെ ഞാൻ ഒരു ചട്ടിയിലേക്ക് അങ്ങനെ ചെയ്ത് വെച്ചു. അതിനുശേഷം വേറെ 2-3 ചട്ടിയുണ്ട്, അതിലും പയർ തന്നെ. അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണമല്ലോ. അങ്ങനെ അതിനും വള്ളിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതൊരു വാഷ്റൂമിൻ്റെ സൈഡിലായിരിക്കുന്നത്. അപ്പോൾ വാഷ്റൂമിൻ്റെ മുകളിലേക്ക് ആസ്പെറ്റോസ് ഇട്ടേക്കുണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കമ്പ് കെട്ടി വള്ളി അങ്ങോട്ട് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ എളുപ്പത്തിൽ കാര്യം നടക്കും. അങ്ങനെ അതൊക്കെ ചെയ്തു. ഇതുണ്ടോ, ഞങ്ങളുടെ പ്ലാവിൽ ചക്ക ഉണ്ടായിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നിറയെ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഉണ്ടായി, പക്ഷേ പൊഴിഞ്ഞു പോയി കുറേയൊക്കെ. എന്താണെന്നറിയില്ല, മഴയായിരിക്കും. അപ്പോൾ പയർ വിത്തുകളുടെ വള്ളികൾ അങ്ങനെ വാഷ്റൂമിൻ്റെ മുകളിലേക്ക് കയറ്റിവിടുന്ന ഭാഗമാണിത്. അങ്ങനെ അതും വിജയകരമായി പൂർത്തിയാക്കി. ഇനി എന്താണെന്ന് വെച്ചാൽ അപ്പം ദാണ്ട് പെട്ടെന്ന് ഭയങ്കര കാറ്റും, രാവിലെ 11 മണി ആയതേ ഉള്ളേ, നല്ല വെയിലായിരുന്നു. പെട്ടെന്ന് ഒരു കാറ്റൊക്കെ വന്നിട്ട് മഴ പെയ്യുമെന്നാണ് തോന്നുന്നത്. ഭയങ്കര കാറ്റ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇച്ചിരി ചാണകപ്പൊടിയുടെ ഇട്ട് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 1-2 ചട്ടിയിൽ ചാണകപ്പൊടി ഇട്ടതേ ഉള്ളൂ. അപ്പോഴേക്കില്ലേ മഴത്തുള്ളി വീഴാൻ തുടങ്ങി. എനിക്ക് റബ്ബർ നിൽക്കുന്നതുകൊണ്ടേ ഭയങ്കരമായിട്ട് ഇല വീഴുന്നു. മുറ്റമെല്ലാം നന്നായിട്ട് തൂത്തിട്ട് പോയതായിരുന്നു കല്ലു. പക്ഷേ ഇതാണ്ട വീണ്ടും ഇന്ന് ആ മഴ പെയ്താൽ മുഴുവൻ റബ്ബറെല്ലാം ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തേക്കാണ് വീഴുന്നത്. എന്തോ മഴയാന്ന് നോക്കിക്കും. ഇപ്പം നന്നായിട്ട് നിന്നിരുന്നു. അതായത് 2 ദിവസം വെയിലുണ്ടായിരുന്നുകൊണ്ടേ ചെടികളൊക്കെ ഒരു നല്ല രീതിയിൽ വന്നതായിരുന്നു. ഇപ്പം ഭയങ്കര മഴയും കാറ്റും. അപ്പോൾ ബൊഗൻവില്ലയൊക്കെ പൂത്ത് വരുന്നതൊക്കെ ഇനിയിപ്പോൾ ഒന്ന് ഇതാവും.